വേദപുസ്തകത്തിൽ നമുക്ക് ഏറ്റവും അധികം ആശ്വാസം നൽകുന്ന, പ്രത്യാശ നൽകുന്ന, പ്രചോദനം നൽകുന്ന ഒരു വേദഭാഗമാണ് നാം ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം. ഈ വേദഭാഗം വായിച്ചു തന്ന പ്രിയ ബിനുവിനുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. തീർച്ചയായും നാം ഇത് മനസ്സിരുത്തി വായിച്ച് പഠിക്കേണ്ട ഒരു വേദഭാഗമാണ്. അങ്ങനെ ഞാനത് പറയുന്നതിനൊരു കാരണമുണ്ട്. നിരാശയുടെ നീർക്കയത്തിൽ പതിച്ച രണ്ട് ക്രിസ്തു ശിഷ്യന്മാർ, അവർ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടി വളരെ നിരാശഭരിതരായി എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് എമ്മൗസിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് അവരുടെ ഇടയിലേക്കൊരു അപരിചിതൻ വരുന്നു. എന്നിട്ട് അദ്ദേഹം ക്രിസ്തുവാണ്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് എന്ന് അവരോട് പറയുകയാണ്. നാം ആ വഴിയിലൂടെ, എമ്മൗസ് വഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ പോവുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും തിരുവചനത്തിന്റെ ശക്തിയും കൂട്ടായ്മ ബന്ധത്തിന്റെ ബലവും ക്രിസ്തു നൽകുന്ന രൂപാന്തരത്തിന്റെ ശക്തിയുമൊക്കെ നമുക്ക് മനസ്സിലാകാൻ ഇടയാകും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു യാത്ര പോകാൻ വേണ്ടി തയ്യാറാകാം. ഈ എമ്മൗസ് റോഡ് അനുഭവം നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെ പ്രകാശമാനമാക്കും എന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. ഒരു ചോദ്യത്തോടെ തുടങ്ങാം എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തിയ ഒരു സംഭവം, ധാരാളം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കാമോ? നമ്മുടെ മനസ്സിനെ വല്ലാതെ തളർത്തിയ ഒരു സംഭവം, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയ, ഇനി ഇങ്ങനെ മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല എന്ന് കരുതിയ, പ്രതീക്ഷയെല്ലാം അണഞ്ഞുപോയ ഒരു സന്ദർഭം, പ്രത്യാശയ്ക്ക് ഒരു വകയുമില്ല എന്ന് നാം കരുതിയിരുന്ന ഒരു സാഹചര്യം, ഒരുപക്ഷെ പരീക്ഷയിൽ തോറ്റിട്ട് മടങ്ങി വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട് പരാജയപ്പെട്ട് പോകുന്ന ഒരു സാഹചര്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഗുരുതരമായ ഒരു രോഗം നിങ്ങളെയോ നിങ്ങളുടെ ബന്ധുജനങ്ങളെയോ ആക്രമിച്ച് കീഴടക്കി എന്ന വാർത്ത അറിഞ്ഞ സാഹചര്യമാവാം. ചിലപ്പോൾ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ച ഒരു വാർത്ത നമ്മൾ അറിഞ്ഞ അവസരമായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജോലി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരു പരാജയം നേരിട്ട സാഹചര്യമായിരിക്കാം. എന്തായാലും വളരെ വൈഷമ്യകരമായ ഒരു സാഹചര്യം, അത്ര ഒരു സന്ദർഭം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങനെ അനേക സന്ദർഭങ്ങൾ നമ്മുടെ പലരുടെയും അനേകരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ അനുമാനിക്കുക. ഇവിടെ നാം വായിച്ചത് 2000 വർഷങ്ങൾക്ക് മുൻപ് രണ്ട് ക്രിസ്തു ശിഷ്യന്മാർ അവർ അത്ര ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി. അത് ഇതുപോലെ ഒരു ഞായറാഴ്ചയായിരുന്നു. വളരെ നിരാശയോടെ അവർ യെരുശലേമിൽ നിന്നും യാത്ര പുറപ്പെടുകയാണ്. എവിടേക്കാണ് അവർ പോകുന്നത്? എമ്മൗസിലേക്ക്. യെരുശലേമിൽ നിന്നും 12 കിലോമീറ്റർ ദൂരെയുള്ള എമ്മൗസിലേക്ക് അവർ പോവുകയാണ്. തകർന്ന മനസ്സോടെ, വല്ലാത്ത ആശയക്കുഴപ്പത്തോടെ, വിശ്വാസമെല്ലാം തകർന്ന് തരിപ്പണമായി ആ രണ്ടുപേരും നീങ്ങുകയാണ്. ആരൊക്കെയാണ് അവർ? നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഒരാളുടെ പേര് പറയുന്നുണ്ട്, ക്ലെയോപ്പാവ് എന്ന് ഒരാൾ പറയുന്നുണ്ട്. ക്ലെയോപ്പാവ് ആരാണെന്ന് നമുക്കറിയില്ല. ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞത് യേശുവിന്റെ പിതാവായിരുന്ന യോസഫിന്റെ സഹോദരനായിരുന്നു ക്ലെയോപ്പാവ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നില്ല. ആര് തന്നെയായിരുന്നാലും ഒരാളുടെ പേര് ക്ലെയോപ്പാവ് എന്നാണ്. അടുത്തയാൾ ആരാണെന്ന് ബൈബിൾ പറയുന്നില്ല. ഒരു പക്ഷേ അവർ വീട്ടിലേക്ക് പോയതായതുകൊണ്ട് ക്ലെയോപ്പാവിന്റെ ഭാര്യ ആയിരുന്നിരിക്കാം. ക്ലെയോപ്പാവിന്റെ ഭാര്യയുടെ പേരെന്താ? എന്താ ക്ലെയോപ്പാവിന്റെ ഭാര്യയുടെ പേര്? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ജോൺ 19:25, യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും, മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. ഒരുപക്ഷെ ഈ മറിയ ആയിരുന്നിരിക്കാം ക്ലെയോപ്പാവിനോട് കൂടെ പോയത് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അല്ലെങ്കിൽ മറ്റു ചിലർ പറയുന്നുണ്ട്, ഈ സുവിശേഷം എഴുതിയ ലൂക്കോസ് തന്നെയായിരുന്നു രണ്ടാമത്തെ ആ ശിഷ്യൻ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് എഴുതാപ്പുറം വായിക്കേണ്ട, അവരാര് തന്നെയായിരുന്നാലും നമുക്കത് ബാധിക്കുന്നില്ല. അവര് സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു മൂന്നാമൻ അവരുടെ കൂടെ വന്നു ചേരുന്നത്. അത് യേശുവാണ്. അപ്പോ അവരൊരുമിച്ച്, ഈ 3 പേരും കൂടെ ഒരുമിച്ചുള്ള ആ യാത്രയിൽ എന്തൊക്കെയാണ് അവർ സംസാരിച്ചത്? ആ യാത്രയിൽ എന്തൊക്കെ സംഭവിച്ചു? അതിനുശേഷം എന്ത് സംഭവിച്ചു? ഈ വിഷയമാണ് നാം ഇനി അല്പനേരം ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശു എങ്ങനെയാണ് ഇവരുടെ മനസ്സിലെ സംശയങ്ങൾ ദൂരീകരിച്ചു കൊടുത്തത്? എങ്ങനെയാണ് അവരുടെ നിരാശ പ്രതീക്ഷയ്ക്ക് വഴി മാറിയത്? അല്ലെങ്കിൽ അവരുടെ തകർന്ന ഹൃദയം എങ്ങനെ ധൈര്യമുള്ളതായി തീർന്നു? അതൊക്കെ നാം ചിന്തിക്കാൻ പോകണം. ഇറ്റ് ഷുഡ്
മോട്ടിവേറ്റ് യു ആൻഡ് മീ, നമ്മളെ ഓരോരുത്തരെയും പ്രചോദനപ്പെടുത്തേണ്ട, ഉദ്ദീപിപ്പിക്കേണ്ട, ചൈതന്യവത്താക്കേണ്ട ഒരു വേദഭാഗം തന്നെയാണിത്. 5 കാര്യങ്ങൾ നമ്മുടെ സമയത്തിന് പരിധിയിൽ നിന്നുകൊണ്ട് വളരെ വേഗത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ കഴിയുന്ന കാര്യം, ഈ ശിഷ്യന്മാർ ആരാണ് എന്ന് നമ്മളൊന്ന് പറഞ്ഞു. ഇവർ ആര് തന്നെയായിരുന്നാലും അത്ര പ്രശസ്തരായ അറിയപ്പെടുന്ന വ്യക്തികളൊന്നുമല്ല, പന്തിരുവരിൽ പെടുന്ന വ്യക്തികളല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനു മുമ്പ് അവരുടെ പേര് അത്രയ്ക്ക് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. താരതമ്യേന അപ്രശസ്തരായ 2 വ്യക്തികൾ. ഇവിടെയാണ് നമുക്ക് പഠിക്കുവാനുള്ള ഒന്നാമത്തെ പാഠം. ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ യേശുക്രിസ്തു ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. സ്വാഭാവികമായും ആർക്കായിരുന്നു ആദ്യം പ്രത്യക്ഷനാകേണ്ടത്? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ആർക്കായിരുന്നു പ്രത്യക്ഷനാകേണ്ടത്? നിങ്ങൾ യേശുക്രിസ്തുവിന്റെ അഡ്വൈസർ ആയിരുന്നുവെങ്കിൽ ആരെയൊക്കെ പോയി കാണണമെന്ന് നിർദ്ദേശിക്കുമായിരുന്നു? ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാനായിരുന്നെങ്കിൽ, യേശുവിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം പോയി കാണാൻ സാധ്യതയുള്ള പീലാത്തോസിനെ, പിന്നെ കയ്യഫാവിനെ, മറ്റു പുരോഹിതന്മാരെ, ശാസ്ത്രിമാരെ ഒക്കെ. എന്തിനാ? ചില പൊങ്ങച്ചം പറയാൻ വേണ്ടി അല്ലേ? എന്നെ ക്രൂശിച്ചില്ലേ, ഞാൻ എഴുന്നേറ്റ് വന്നു, മടങ്ങി വന്നു, ജീവനിലേക്ക് മടങ്ങി വന്നു എന്ന് ഒരു പൊങ്ങച്ചം പറയാൻ വേണ്ടിയാണ്. ഇനി യേശു അതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാം, ആദ്യം പ്രത്യക്ഷപ്പെടേണ്ടത് അവന്റെ അനുയായികളായിട്ടുള്ള 12 പേരെയായിരുന്നു, അല്ലെങ്കിൽ 11 പേരെ. അവരെ ഒന്ന് ആശ്വസിപ്പിക്കണം. അവരെല്ലാം മനസ്സ് തകർന്നിരിക്കുകയാണ്. അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത്, അവരെ ഒന്ന് എൻകറേജ് ചെയ്ത്, അവർക്കൊക്കെ അപ്പോൾ അതുപോലുള്ള പ്രശസ്തരായ വ്യക്തികളെ അഭിമുഖീകരിച്ച് അവരെ ഒന്ന് ആശ്വസിപ്പിക്കണമായിരുന്നു. എന്നാൽ ഇവിടെ നാം കാണുന്നത് യേശു അതിന് പകരം ചെയ്യുന്നത് വെറും സാധാരണക്കാരായ ശിഷ്യന്മാരെ തേടി, അറിയപ്പെടാത്ത വ്യക്തികളെ തേടി, അറിയപ്പെടാത്ത സാധുക്കളായിട്ടുള്ളവർ പിന്നാലെ പോവുകയാണ്. ആദ്യം ആർക്കാണ് യേശു പ്രത്യക്ഷപ്പെട്ടത്? ആർക്കാണ്? മറിയയ്ക്ക് അല്ലേ? ഒരു സ്ത്രീക്ക്. അന്നത്തെ യഹൂദ പശ്ചാത്തലത്തിൽ സ്ത്രീകളെ അധമനായി പരിഗണിക്കുന്ന ഒരു കാലയളവിലാണ് ആദ്യം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ ഒരു സ്ത്രീക്ക് പ്രത്യക്ഷനാകുന്നത്. പിന്നെ നാം മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പൂർണ്ണമായിട്ടും പേര് പോലും പറയപ്പെടാത്ത ഈ സാധാരണ ശിഷ്യന്മാർക്കാണ് താൻ പ്രത്യക്ഷപ്പെടുന്നത്. എന്താ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം? പ്രശസ്തരും അപ്രശസ്തരും അതൊന്നും, അങ്ങനെയുള്ളവരൊന്നും യേശുക്രിസ്തുവിന് പ്രത്യേകിച്ച് അവരെല്ലാവരും തന്നെ യേശുക്രിസ്തുവിന്റെ ദൃഷ്ടിയിൽ തുല്യരാണ്, ഒരുപോലെയുള്ളവരാണ്. നിങ്ങൾ ഒരു പക്ഷേ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റു പലരെയും പോലെ അറിയപ്പെടുന്നവരല്ലായിരിക്കാം. ഞാൻ വലിയ പ്രസംഗകനല്ലായിരിക്കാം, വലിയ പാട്ടുകാരനല്ലായിരിക്കാം, സംഘാടകനല്ലായിരിക്കാം, ഞാൻ അധികം അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കത്തില്ല. വിഷമിക്കേണ്ട, നമ്മൾ വെറും സാധാരണക്കാരാണെങ്കിലും നാം കർത്താവിന്റെ മുൻപിൽ നാം എല്ലാവരും തുല്യരാണ്. നമുക്കാണ് ചില വ്യക്തികളെ കൂടുതൽ ഗൗരവത്തോടെ നാം കാണുന്നത്. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തില് യാക്കോബ് അപ്പോസ്തലൻ നമ്മുടെ സ്വഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എന്റെ പാദപീഠത്തിൽ ഇരിക്ക എന്നും പറയുന്നുവെങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? അപ്പോ നമ്മൾ ആളുകളെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ യാക്കോബ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന് അങ്ങനെയുള്ള യാതൊരു മുൻഗണനയും ഉണ്ടായിരുന്നില്ല. നമുക്കാണ് സായിപ്പിനെ കാണുമ്പോൾ പിന്നെ കവാത്ത് മറന്നു പോകുന്ന സ്വഭാവമുള്ളത്. ചിലരെ കാണുമ്പോൾ നമ്മൾ മുട്ടിടിക്കും. എന്നാൽ യേശുക്രിസ്തു അങ്ങനെയുള്ള യാതൊരു പരിഗണനയില്ല. അവൻ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നവരാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ പാഠം. പ്രശസ്തരെന്നോ അപ്രശസ്തരെന്നോ എന്നുള്ള വ്യത്യാസമൊന്നും യേശുക്രിസ്തുവിനില്ല. യേശുക്രിസ്തു നമ്മെ എല്ലാവരെയും, തന്റെ മക്കളെ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. തന്റെ രക്തത്താൽ നമ്മെ എല്ലാവരെയും വിലയ്ക്ക് വാങ്ങിയ കർത്താവാണ്. അവൻ നമ്മെ ഒരുപോലെ സ്നേഹിക്കുന്നു, അവൻ നമ്മെ ഒരുപോലെ പരിഗണിക്കുന്നു. ആർക്കെങ്കിലും പ്രത്യേകമായ സ്ഥാനമില്ല. ഇവിടെ ഇരിക്കുന്ന ആർക്കും അതുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ കഴിയുകയില്ല. നാം എല്ലാവരും ക്രിസ്തുവിന്റെ പരിഗണനയിൽ തുല്യരാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇവരെ നിരാശഭരിതനാണ് എന്ന് നാം പ്രാരംഭത്തിൽ ചിന്തിച്ചു. ഈ നിരാശയുടെ മൂർധന്യത്തിൽ എന്താ സംഭവിച്ചത്? അവൾ വളരെ നിരാശഭരിതനായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്ത് സംഭവിച്ചു? ഞാൻ ഈ വേദഭാവം വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ഹോക്കി ടീം, മികച്ച ഒരു ഹോക്കി ടീം നമുക്കുണ്ട്. അപ്പോൾ അടുത്ത വർഷം വേൾഡ് കപ്പ് ടൂർണമെന്റ് നടക്കുകയാണ്. ഒരു വർഷം അവർ വളരെ കഠിനമായ പരിശ്രമം നടത്തി, നല്ല കഠിനാധ്വാനം നടത്തി, നല്ല പരിശീലനം നേടി, ഒടുവിൽ ടൂർണമെന്റിന്റെ ദിവസം എത്തി. ടൂർണമെന്റ് ആരംഭിച്ചു. ആദ്യത്തെ മത്സരങ്ങളിലെല്ലാം ഫസ്റ്റ് റൗണ്ട് മത്സരങ്ങളിലെല്ലാം അവർ വിജയിച്ചു. ഒടുവിൽ സെമി ഫൈനലിൽ വിജയിച്ചു, ഫൈനലിലെത്തി. ഫൈനലിൽ ചിരപുരാതന വൈരികളാണ് ഏറ്റുമുട്ടുന്നതെന്ന് കരുതുക. അപ്പൊ ഈ 2 ടീമുകൾ തമ്മിൽ മത്സരിക്കുകയാണ്. അപ്പോൾ വളരെ പ്രതീക്ഷയോടാണ് അവർ ഒരു വർഷം പരിശീലിച്ചത്. ഫൈനലിന്റെ അവസാന വിസിൽ മുഴങ്ങുന്നവരെ ആരും ഗോളടിച്ചില്ല, സമനില നിൽക്കുക.
അവസാന വിസിൽ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എതിർ ടീം ഒരു ഗോൾ അടിച്ചു, അവർ ജയിച്ചു, അവർ കപ്പും കൊണ്ടുപോയി. അപ്പൊ അതിനുശേഷം ആ ടീം, ഇന്ത്യൻ ടീം മടങ്ങിപ്പോകുന്ന ആ കാഴ്ച നിങ്ങൾ മനസ്സിൽ നിന്ന് കൊണ്ടുവന്നേ. വളരെ ദുഃഖിതരായിട്ട്, ഇളിഭരായിട്ട് ഉള്ള ഒരു പോക്ക് അല്ലേ? കാരണം എന്താ, ഒരു വർഷം നീണ്ട അവരുടെ സ്വപ്നമാണ് തകർന്നു പോയത്. ഇവിടെ നാം വായിച്ച ഈ ശിഷ്യന്മാർ ഏതാണ്ട് സമാനമായ അവസ്ഥയിലാണ്. അവർ യെരുശലേമിൽ നിന്നും എമ്മോസിലേക്ക് പോവുകയാണ്. അവരുടെ സ്വപ്നമെല്ലാം തകർന്നുപോയി. യെരുശലേം എന്ന് പറയുന്നത് നമുക്കറിയാം സമാധാനത്തിന്റെ നാടാണ്, അത് പ്രതീക്ഷയുടെ നാടാണ്, വാഗ്ദാനങ്ങളുടെ കേന്ദ്രമാണ്. അവരവിടെ നിന്നുമാണ് ദുഃഖത്തോടെ എമ്മോസിലേക്ക് പോകുന്നത്. കാരണം അവർക്ക് യേശുവിനെ പറ്റിയുള്ള അവരുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നുപോയി, തരിപ്പണമായി പോയി. 3-3.5 വർഷങ്ങൾ യേശുവിനോടൊപ്പം നടന്ന, അല്ലെങ്കിൽ യേശുവിന്റെ കാര്യങ്ങൾ കേട്ടറിഞ്ഞ ശിഷ്യന്മാർ, അവർക്ക് യേശുവിനെ കൊണ്ടായിരുന്ന വളരെ പ്രതീക്ഷകളായിരുന്നു. ഈ റോമിന്റെ മഹത്വമേറിയ ഭരണത്തിന് കീഴിൽ ഞെരിഞ്ഞമർന്ന് അടിമകളായി കഴിയുകയാണ്. അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുന്ന മിശിഹായിട്ട് ക്രിസ്തു വരും എന്നുള്ള പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുമ്പോഴാണ് യേശുവിന്റെ രംഗപ്രവേശം. അവൻ തീർച്ചയായിട്ടും മശിഹയാണെന്നുള്ള പ്രതീക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ്. എന്നാൽ 3 ദിവസം മുൻപ് എന്താ സംഭവിച്ചത്? യേശു അറസ്റ്റ് ചെയ്യപ്പെട്ടു, അവന്റെ ക്രൂശീകരണം നടന്നു, അവൻ അടക്കപ്പെട്ടു. അവരുടെ സംഭാഷണ വിഷയം അതൊക്കെയായിരുന്നു നമുക്കറിയാൻ കഴിയും. 21 വാക്യം, ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിന്റെ 21 വാക്യം, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. ശ്രദ്ധിക്കണേ, വാക്കുകൾ ശ്രദ്ധിക്കണം. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. ഒരു പാസ്റ്റ് ടെൻസ്, ഭൂതകാല പ്രയോഗമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവരുടെ ആശയെല്ലാം ഭൂതകാലത്തിൽ അപ്രത്യക്ഷമായി കഴിഞ്ഞുപോയി. ഇപ്പോൾ വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും അവർക്ക് പ്രതീക്ഷയൊട്ടുമില്ല. അവരുടെ ആശയെല്ലാം നഷ്ടമായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രകാശത്തിന്റെ ഒരു തിരുനാളം പോലും അവരുടെ മുൻപിൽ ഇല്ലാത്ത ഒരു സാഹചര്യം. നല്ല കാലമെല്ലാം പണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കാലം, അങ്ങനെ പറയാൻ നിർബന്ധിതരാകുന്ന ഒരു കാര്യം. നമ്മുടെ പൂർവ്വകാലം നോക്കിയിട്ട് പലപ്പോഴും ഒരുപക്ഷെ നാമും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ സഭ എത്ര പ്രഗത്ഭരായ ദൈവദാസന്മാർ, ബൈബിൾ ടീച്ചേഴ്സ് നമുക്കുണ്ടായിരുന്നു. വളരെ പതിവായിട്ട് മീറ്റിങ്ങുകൾ നടക്കുമായിരുന്നു. എത്ര വലിയ സംഖ്യയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും എത്ര ആവേശപൂർവ്വം യോഗത്തിന് വന്നിരുന്നു. ഇപ്പോൾ എല്ലാം പോയില്ലേ എന്നൊക്കെ നാം പലപ്പോഴും നിരാശപ്പെടാറുണ്ട്. ഇനി അത് സഭയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ വ്യക്തിപരമായ കാര്യം എടുത്താലും കുടുംബത്തിന്റെ കാര്യം എടുത്താലും എത്ര മഹത്വമായിരുന്നു പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. അതെല്ലാം പോയില്ലേ എന്ന് ആശയെല്ലാം നശിച്ചു പോയേക്കാവുന്ന ഒരു സാഹചര്യം. ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല, അറിയാവുന്ന എല്ലാം പരീക്ഷിച്ചു, ഒരു ഫലവും കാണുന്നില്ല എന്ന് നമ്മൾ നിരാശപ്പെടാം. ഇനി ഒരു കാര്യം കൂടി എന്നോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 21 വാക്യത്തിന്റെ, നാം ഇപ്പോൾ വായിച്ച വാക്യത്തിന്റെ 2ാം പാതിയില്, അത്രയുമല്ല ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാൾ ആകുന്നു. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ ദൈവത്തിന്റെ ആത്മാവ് എഴുതുന്ന ഓരോ വാക്കിനും പ്രസക്തിയാണ്. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനിൽ, we had hoped he was the Messiah who had come to rescue Israel. This all happened 3 days ago. 3 days ago. 3 ദിവസം മുൻപാണ് ഇത് സംഭവിച്ചത്. എന്ന് വെച്ചാൽ ഈ സംഭവം കഴിഞ്ഞിട്ട്, യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. യഹൂദന്മാരുടെ ഒരു വിശ്വാസമുണ്ട്. എന്താ, നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു 3 ദിവസം ആ മരിച്ച വ്യക്തിയുടെ ആത്മാവ് തന്റെ പഴയ വീട്ടിൽ, പഴയ ലാവണത്തിൽ ഒന്ന് തിരികെ കയറാൻ പറ്റുമോ, വീട്ടിൽ കടന്നുകൂടാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയോടെ ആ കല്ലറയുടെ ചുറ്റും കറങ്ങി നടക്കും. എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ തിരിച്ചു വരാൻ കഴിയും, ഇല്ലെങ്കിൽ 4-ാം ദിവസമായി കഴിഞ്ഞാൽ അത് അപ്രത്യക്ഷമാകും. അപ്പൊ അവരുടെ യേശു ജീവനിലേക്ക് മടങ്ങി വരുമെന്നുള്ള അവരുടെ പ്രതീക്ഷ എല്ലാം കെട്ടടങ്ങിക്കഴിഞ്ഞു. അത്ര ഒരു സാഹചര്യം. അവരുടെ സ്വപ്നമെല്ലാം കല്ലറയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ഇനി ഒരു തിരിച്ചുവരവില്ല. യേശുക്രിസ്തു മരിക്കുമെന്ന് തന്നെ അവർ കരുതിയിരുന്നില്ല. അതും ഇത്ര ചെറുപ്പത്തിൽ, 33-ാം വയസ്സിൽ അല്ലെ, ഊർജ്ജസ്വലതയോടെ യൗവനത്തിന് ചുറുചുറുക്കോടെ നിൽക്കുന്ന ഈ കാലയളവിൽ യേശു മരിക്കുമോ? അങ്ങനെ അതവർക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ നിരാശപ്പെട്ട് യെരുശലേമിൽ നിന്ന് ദൂരേക്ക് പോകുന്നത്. ഞാനത് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അനുകൂലമായിട്ട് ദൈവവചനത്തിലുള്ള വാഗ്ദാനങ്ങൾ നിരവധിയുണ്ട്. അതൊക്കെ വിസ്മരിച്ച് ദൈവിക സാന്നിധ്യത്തിൽ നിന്നും സമാധാനത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും നാം അകന്നകന്ന് പോകുവാനുള്ള സാഹചര്യങ്ങൾ വളരെയധികമുണ്ട്. നമ്മുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്രയെത്ര അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം അല്ലേ? നമ്മുടെ മക്കളുടെ രോഗമായിരിക്കാം, ബന്ധുക്കളുടെ പ്രശ്നങ്ങളായിരിക്കാം, കുടുംബത്തിലുണ്ടാകുന്ന ഇഷ്യൂസ് ആയിരിക്കാം, എന്തുമായിക്കോട്ടെ. ദൈവത്തിന്റെ വചനത്തിന് എല്ലാം വാഗ്ദാനങ്ങളുണ്ട്, എങ്ങനെ ഉറച്ചു നിൽക്കണം, പിടിച്ചു നിൽക്കണം എന്നുള്ളത്. അതെല്ലാം നാം വിസ്മരിച്ചിട്ട് ദൈവത്തിൽ നിന്ന് നാം ഓടി ഒളിക്കുന്ന, യെരുശലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? നാം പ്രതീക്ഷിച്ച വിധം കാര്യങ്ങൾ നടക്കാതെ വന്ന, നിരാശ നമ്മെ കടന്ന് ആക്രമിച്ച, ആശയക്കുഴപ്പമുണ്ടായ എത്രയോ സന്ദർഭങ്ങൾ നാം ദൈവത്തിൽ നിന്നും അകന്നകന്ന് പോയിട്ടുണ്ട്. ഈ ദൈവം ശരിക്കും ഒരു ദൈവമാണോ
ഈ ദൈവത്തെ എനിക്ക് വിശ്വസിക്കാമോ? എങ്കിൽ ഇതൊക്കെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഐ ഹാഡ് സെവർ ലൊക്കേഷൻ. എൻ്റെ ജീവിതത്തിൽ അനേക അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് ദൈവം ഈ പ്രശ്നം എനിക്ക് അനുഭവിച്ചു എന്ന് ഞാൻ എന്നോട് ചോദിച്ചിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. എമ്മൗസിലേക്ക് പോയ ഈ ശിഷ്യന്മാരുടെ വിശ്വാസം പാടെ തകർന്ന് അവർ നിരാശാഭരിതരായി തീർന്ന ഒരു ഘട്ടം. ആ സമയത്ത് ഞാൻ ഓർപ്പിച്ച പോലെ നിരാശയുടെ മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ്. ആ സമയത്ത് എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? യേശു അവരുടെ മധ്യത്തിലേക്ക് വന്നു. യേശു അവിടെ എത്തി. ജീസസ് ഹി ഹാഡ് ഇന്റർവീൻ. അവരുടെ പ്രശ്നത്തിന് ഇടയിലേക്ക് യേശു കടന്നു വരികയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ വിശ്വാസം ബലഹീനമാകുമ്പോൾ, നമ്മുടെ പ്രതീക്ഷകൾ കെട്ടടങ്ങുമ്പോൾ, മുന്നോട്ട് പോകാൻ വഴിയില്ല എന്ന് നാം ആകുലപ്പെടുമ്പോൾ നാം പാടെ തകർന്നു പോകേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മെ സഹായിക്കാൻ യേശു അവിടെ ഉണ്ടാവും. യേശുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. യേശു വരും. അതാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ സംഭവിച്ചതിനെ കുറിച്ച് ഒക്കെയും തമ്മിൽ സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. നമ്മുടെ കൂടെ ചേർന്ന് നടക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ നമ്മോടൊപ്പം വരും. യേശു അവരോടൊപ്പം എത്തി, അവരോട് കൂടെ നടന്നു. നമുക്കറിയാം, വേറൊരു സംഭവത്തില് ഗലീലക്കടലിലൂടെ ശിഷ്യന്മാര് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണ്, പടകിൽ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് കാറ്റും കോളും എല്ലാം ശക്തമായിട്ട് വന്നു. അവര് പടക് മുങ്ങുമാറ് ആയ സാഹചര്യത്തിൽ അവർ അലറി വിളിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ ദൂരെയായിരുന്ന കരയില് മലയുടെ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ് ഇതെല്ലാം കണ്ടു. അവൻ എന്താ ചെയ്തത്? പെട്ടെന്ന് പിന്നെ അവനവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അവൻ അവിടെ നിന്ന് ഇറങ്ങി എഴുന്നേറ്റ് വന്ന് ആ ശിഷ്യന്മാർ എത്ര ദൂരം സഞ്ചരിച്ചു അത്രയും ദൂരം ഈ കടലിലൂടെ സഞ്ചരിച്ച് ഓളപ്പാത്തിയുടെ മേളിലൂടെ സഞ്ചരിച്ച് അവരുടെ അടുത്ത് വന്നതായിട്ട് നാം വായിക്കുന്നു. യേശുവിന് അവിടെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, യേശു വന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താ? അതിന്റെ അവസാനത്തെ വാക്യം, 16-ാമത്തെ വാക്യം, അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അതാണ് പ്രശ്നം. യേശു കൂടെ ഉണ്ടെങ്കിലും അവർക്ക് അവനെ കാണാൻ കഴിയുന്നില്ല, അവനെ മനസ്സിലായില്ല, അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ കണ്ണുകൾ പൂട്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇവിടെ ഇത് നമുക്കും സംഭവിക്കാം. നമ്മുടെ പ്രശ്നസങ്കീർണമായ ജീവിത സാഹചര്യത്തിൽ നമ്മോടൊപ്പം കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഏത് വൈഷമ്യകരമായ സാഹചര്യത്തിൽ നമ്മെ സഹായിക്കാൻ അവൻ നമ്മോടൊപ്പം ഉണ്ട്. പക്ഷേ യേശു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയുന്നില്ല. ചിലപ്പോൾ നമ്മുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ ദൈവിക സാന്നിധ്യം നാം തിരിച്ചറിഞ്ഞൊന്നും വരികയില്ല. സ്നേഹവാനാണെന്ന് പറയുന്ന ദൈവം എവിടെ എന്ന് നമ്മൾ ചോദിക്കാം. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, നാം കരുതുന്നതിനേക്കാൾ ദൈവം നമ്മുടെ സമീപസ്ഥനാണ്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കാവുന്ന നമുക്കൊരു കാര്യം, ദൈവം എൻ്റെ അടുത്തുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോഡ് ഈസ് വെരി നിയർ ടു മീ. ദൈവം എൻ്റെ അടുത്തുണ്ട്. നമ്മൾ പാടാറുണ്ടല്ലോ, എനിക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ ഉറ്റ തുണ യേശു, കണ്ണുനീര് അവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ സമീപസ്ഥനായ ഒരു ദൈവം നമുക്കുണ്ട്. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, കൈകളുണ്ടെങ്കിലും ചലിപ്പിക്കാത്ത രൂപവിഗ്രഹമല്ല എന്റെ കർത്താവ്, നാം ആശ്രയിക്കുന്ന കർത്താവ്. നാം പാടാറുണ്ടല്ലോ, അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ, പാടാം, അന്ധകാരത്താൽ എല്ലാ കണ്ണും മങ്ങുമ്പോൾ മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ, മങ്ങിടാത്ത കണ്ണെനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും, എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്ന കാതൊന്നുണ്ട് സ്വർഗത്തിൽ, ചെമ്മയായി തുറന്ന കാതൊന്നുണ്ട് സ്വർഗത്തിൽ. അടുത്ത ചരണം, മാനുഷികമാം കൈകൾ താണുപോകുമ്പോൾ ക്ഷീണിക്കാത്ത കൈ എനിക്കുന്നുണ്ട് സ്വർഗത്തിൽ. എല്ലാ കരങ്ങളും നിർജീവമാകുമ്പോൾ, എല്ലാ ആശയും നഷ്ടപ്പെടുമ്പോൾ എന്റെ കർത്താവ് എന്റെ സ്വർഗത്തിലുണ്ട്, അല്ല എന്റെ സമീപത്ത് അവനുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തില് ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം വെളിപ്പെടുത്താൻ വേണ്ടി ഒരു ഉപമാനം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് അവിടെ പറയുന്നത്? യേശുക്രിസ്തു മുന്തിരിവള്ളി, നമ്മൾ ആരാണ്? നമ്മൾ ശാഖകൾ. പിന്നെ പിതാവ് ആരാണ്? പിതാവ് തോട്ടക്കാരൻ അല്ലേ? അപ്പോ നമുക്ക് നമ്മുടെ വീട്ടിലൊരു തോട്ടം ഉണ്ടെന്ന് കരുതുക. ആ തോട്ടത്തിൽ ഒരു ചെടിയുണ്ട്, അതിന്റെ കമ്പ് ഒക്കെ ഉണങ്ങി അതിന്റെ ചില്ല വാടി നിൽക്കുകയാണ്. നമുക്ക് ഒടിച്ചു കളയണം. നമ്മൾ ഒടിച്ചു കളയുമ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? നമ്മളിവിടെ നിൽക്കും ആ ചെടിയുടെ, ആ മരത്തിന്റെ തൊട്ടടുത്താണ് അല്ലേ? അപ്പൊ തോട്ടക്കാരൻ
ഉണങ്ങിയ ശാഖ മുറിച്ചു മാറ്റുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇല ഒടിച്ചു കളയുമ്പോൾ നമുക്കൊരു കാര്യം ഉറപ്പാക്കാം, തോട്ടക്കാരൻ ചെടിയുടെ തൊട്ടടുത്തുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു ശാഖ അടർന്നു പോകുമ്പോൾ, ഒരു ഇല അടർത്തി കളയുമ്പോൾ, ദൈവം അത് അനുവദിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, തോട്ടക്കാരൻ പിതാവായ ദൈവം നമ്മുടെ തൊട്ട് സമീപത്താണ്. അല്ലാതെ ദൂരെ നിന്ന് തോട്ടി കൊണ്ടിങ്ങനെ മുറിച്ചു കളയുന്നവനല്ല. അവൻ നമ്മുടെ സമീപത്തുണ്ട്. കണ്ണുനീരും തോൽവിയും സംശയങ്ങളും ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല, അവൻ നമ്മെ കൈവിടുന്നവനല്ല, അവൻ നമ്മെ തള്ളിക്കളയുന്നവനല്ല. ഒരുപക്ഷെ തന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. കാണാൻ കഴിയുന്നില്ലെങ്കിലും അവൻ നമ്മോടൊപ്പം ഉണ്ട്. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. അവന് ശ്രേഷ്ഠനെന്നോ അത്ര ശ്രേഷ്ഠമല്ലാത്തവരെന്നുള്ള പരിഗണനയൊന്നുമില്ല. ആരുടെയും പ്രശ്നങ്ങൾ അവൻ കൂടെ ഉണ്ട്. തന്നെ കാണാനുള്ള നമ്മുടെ കഴിവില്ലായ്മ തന്റെ സാന്നിധ്യത്തെ ഇല്ലാതാക്കുന്നില്ല. ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. തന്നെ കാണുവാനുള്ള നമ്മുടെ കഴിവില്ലായ്മ, നമ്മുടെ കണ്ണ് ചിലപ്പോൾ തുറന്നിട്ടില്ലായിരിക്കാം, കാണാൻ കഴിയുന്നില്ലായിരിക്കാം. ആ കഴിവില്ലായ്മ അത് തന്റെ സാന്നിധ്യത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമല്ല. മൂന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അവരുടെ കണ്ണ് യേശുവിനെ കാണാൻ കഴിയാതെ കുരുടായിപ്പോയി എന്ന് നാം വായിച്ചു. അതിനെന്താ ഒരു പരിഹാരം? നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. നമ്മുടെ പ്രശ്നങ്ങളിൽ പ്രയാസങ്ങൾ കൂടെ നിൽക്കുന്നവനായ കൂടെയുള്ള കർത്താവിനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മുടെ കണ്ണ് കുരുടായി പോകും, നമുക്ക് അവനെ കാണാൻ കഴിയുന്നില്ല. അതിനെന്താ പരിഹാരം? എങ്ങനെ കണ്ണു തുറന്ന് യേശു നമ്മോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും? അതിനൊറ്റ കാര്യമേ ഉള്ളൂ, ഒരു മാർഗമേ ഉള്ളൂ. അതാണ് നാം പഠിക്കാൻ പോകുന്ന അടുത്ത പാഠം. സംഭവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കുറെ നേരം യേശു അവരോടൊപ്പം നിശബ്ദനായി സഞ്ചരിച്ചതായിട്ട് നാം വായിക്കണം. അത് കഴിഞ്ഞ് യേശു അവരുടെ സംസാരത്തിൽ ഇടപെടുകയാണ്. അവരുടെ സംസാരത്തിലും നടപ്പിനുമെല്ലാം ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്. അത് ഞാൻ നേരത്തെ ഓർപ്പിച്ചു. 18-ാം വാക്യം, ക്ലെയോപ്പാവ് ചോദിക്കുകയാണ്, യെരുശലേമിലെ എന്താ സംഭവം യേശുക്രിസ്തു അവരോട് ചോദിച്ചപ്പോൾ ക്ലെയോപ്പാവ് തിരിച്ചു ചോദിക്കുക, യെരുശലേമിലെ പരദേശികൾ നീ മാത്രം ഈ നാടുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ? ആരോടാ ചോദിക്കുന്നത്? യേശുവിനോടാ അല്ലേ? നീ മാത്രം ഈ കാര്യം ഒന്നും അറിഞ്ഞില്ലേ? ഞാൻ കരുതുന്നത് യേശു ഇത് കേട്ട് ഉള്ളിൽ ചിരിച്ചു കാണും. അവിടെ നടന്ന കാര്യങ്ങൾ, യെരുശലേമിൽ നടന്ന കാര്യങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് അറിയാവുന്ന യേശുവിനാണ്. അവന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് ആ കാര്യങ്ങളൊക്കെ നടമാടിയത്, അരങ്ങേറിയത്. ആ വ്യക്തിയോട് ചോദിക്കുക, നീ ഒന്നും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുക. എത്ര രസകരമായ ഒരു കാര്യമാണ്. എന്നിട്ട് അവർക്ക് അത് തീർന്നില്ല. അവര് തുറന്നുള്ള വാക്യങ്ങളിൽ യേശുവിനെ പറ്റി അവർക്ക് അറിയാവുന്ന എല്ലാം പറയുക. 19 വാക്യങ്ങളിൽ യേശു നസറേത്തുകാരനാണ്, പ്രവാചകനാണ്, ശക്തനാണ്, ഇസ്രായേലിനെ മോചിപ്പിക്കുന്നവനാണ്, ക്രൂശിൽ കൊല്ലപ്പെട്ടു. ഒടുവില് 24-ാം വാക്യത്തില് അവന്റെ ശരീരം കല്ലറയിൽ കാണാനില്ലെന്ന് സ്ത്രീകൾ വന്ന് പറഞ്ഞു. അവർ ഞങ്ങളെ ഭ്രമിപ്പിച്ചു, ഞങ്ങളെ പേടിപ്പിച്ചു. അതൊന്നും ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല. ഇതെല്ലാം പറയുക. ആരോടാ പറയുന്നത്? ഈ സ്ത്രീകൾ പറഞ്ഞ കാര്യവും അവർക്ക് ഉറപ്പൊന്നുമില്ല. അവരങ്ങ് പറഞ്ഞു കേട്ടറിവേ ഉള്ളൂ. അവർക്ക് വലിയ ഗൗരവം കൊടുത്തിട്ടില്ല. ഇതാരാണോ പറയുന്നത്? യേശുവിനോട് പറയുക. യേശുവിനെ കുറിച്ച് യേശുവിനോട് പറയുക. വളരെ രസകരമായ ഒരു കാര്യമായിട്ട് ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ചിലർ അങ്ങനെയാണ്, യേശുവിനേക്കാൾ അറിയാമെന്ന് കരുതുന്നവരാണ്. നമ്മിൽ പലരും അങ്ങനെയാണ്. യേശുവിനേക്കാൾ കാര്യങ്ങൾ അറിയാം. അവരെ നമ്മൾ സാധാരണ വിളിക്കുന്ന ഒരു പേരുണ്ട്, കർത്താവിന് ബൈബിൾ ക്ലാസ് എടുക്കുന്നവർ എന്ന് പറയാറുണ്ടല്ലേ. കർത്താവിന് പോയി ബൈബിൾ ക്ലാസ് എടുക്കുന്ന പലരും നമ്മുടെ മധ്യത്തിലുണ്ട്. അവരുടെ വിചാരം തങ്ങൾ വളരെ ബുദ്ധിമാന്മാരാണ്. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, ഞാൻ ഒത്തിരി പഠിച്ചിട്ടുള്ള ആളാണ്, എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഏത് കാര്യം എനിക്ക് പറയാൻ കഴിയും എന്ന ധാരണയാണ്. പക്ഷേ ഇവിടെ ഈ ബുദ്ധിമാന്മാരെ യേശു എന്താ വിളിക്കുന്നത്? 25-ാം വാക്യം, 26-ാം വാക്യം. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ബുദ്ധിഹീനരെ, മന്ദബുദ്ധികളെ. ഇതിൽ പല ഒരു പേര് വിളിക്കാനുണ്ടോ? വലിയ മിടുക്കന്മാരാണെന്ന്, സ്വയം കേമന്മാരാണെന്ന് നടിച്ചിരുന്ന വ്യക്തികളോട് അവരെ കർത്താവ് വിളിക്കാണ് വിവരം കെട്ടവരെ, ഫൂൾസ്, മന്ദബുദ്ധികളെ എന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് നാം വായിക്കുന്നത്, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും 27-ാം വാക്യം, എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. കർത്താവ് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുക. എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കരുതുന്നത് യെശയ്യാവ് 53 ഉദ്ധരിച്ചിട്ടുണ്ടാവും, ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം, സക്കറിയ പ്രവചനം 12-ാം അധ്യായം, അങ്ങനെയുള്ള തിരുവെഴുത്തുകൾ എല്ലാ ഭാഗങ്ങളും താൻ ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ടാവും. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേദപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളിലും എന്ന് വെച്ചാൽ 66 പുസ്തകങ്ങളിലും ആരുണ്ട്? യേശുക്രിസ്തു ഉണ്ട് അല്ലേ? ഉണ്ടോ? കുറെ വർഷങ്ങൾ മുമ്പ് നമുക്കൊരു സൺഡേ സ്കൂൾ ആനിവേഴ്സറി നടന്നു. ഡിഡ് യു റീഡ് യുവർ ബൈബിൾ ടുഡേ എന്നുള്ളതായിരുന്നു അന്നത്തെ തീം. അന്ന് ഡെന്നായും ഡോണായും ഞാനും കൂടെ പ്രോഗ്രാം ചെയ്തു. എല്ലാ കുട്ടികളും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു പാട്ടാണ് ഞങ്ങൾ പാടിയത്. അതിലെല്ലാ കുട്ടികളും പങ്കെടുത്തു. അതിൽ ഉൽപ്പത്തി പുസ്തകം, അതിൽ യേശുക്രിസ്തുവിനെ സ്ത്രീയുടെ സന്തതിയായിട്ട് കാണാം. പുറപ്പാട് പുസ്തകത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് കാണാം. ലേവ്യ പുസ്തകത്തിൽ യേശുക്രിസ്തു മഹാപുരോഹിതനായിട്ടുണ്ട്. സംഖ്യാപുസ്തകത്തിൽ അഗ്നിത്തൂണും മേഘത്തൂണുമായിട്ടുണ്ട്.
ആവർത്തന പുസ്തകം മോശയെ പോലുള്ള ഒരു പ്രവാചകനായിട്ട് യേശുവിനെ കാണാൻ കഴിയും. അങ്ങനെ 66 പുസ്തകങ്ങൾ എടുത്താലും അവിടെ എല്ലാം യേശു ക്രിസ്തുവിന്റെ നിഴൽ നമുക്ക് കാണാൻ കഴിയും. ശരീരത്തിന്റെ ഏത് ഭാഗം ഒന്ന് മുറിച്ചാലും അവിടെയൊക്കെ ചോര കാണാം എന്ന് പറയുന്ന പോലെ തിരുവചനത്തിലെ ഏത് പുസ്തകം എടുത്താലും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിനെയാണ്. ഞാൻ കരുതുന്നത് ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി തിരുവഴുത്തിൽ ആദിയോടന്തം തന്നെ കുറിച്ച് പറയുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ക്രിസ്തു അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച ബൈബിൾ ക്ലാസ് ആയിരിക്കും അത്, അല്ലെ? സാക്ഷാൽ കർത്താവ് തന്നെ എടുത്ത ബൈബിൾ ക്ലാസ്. വേറെ ആരും ഇതുപോലെ വേദപുസ്തകത്തിലുടനീളം ക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെടുത്തിക്കൊണ്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ടാകാൻ വഴിയില്ല. ഏറ്റവും മികച്ച ഒരു ക്ലാസ്. ഞാൻ ചോദിക്കട്ടെ, ഈ ബൈബിള് നാം വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഏത്തപ്പഴം തിന്നുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഏത്തക്ക തിന്നുമ്പോൾ നമ്മൾ ഏത്തക്ക തിന്നുന്നു എന്ന് നമ്മൾ കരുതത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് ഏത്തപ്പഴം നമ്മൾ തിന്നുമ്പോൾ പൊട്ടാസ്യം എന്ന് പറയുന്ന ഒരു മൂലകം നമ്മുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. ആപ്പിൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് തിന്നുമ്പോൾ, നമ്മൾ ആപ്പിൾ തിന്നുന്നു ഓറഞ്ച് തിന്നുന്നു കരുതാറുള്ളൂ, പക്ഷെ നാം അറിയാതെ വൈറ്റമിൻ സി നമ്മുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പൊ ഈ പഴത്തിൽ അത് കഴിക്കുമ്പോൾ പൊട്ടാസ്യം ഉണ്ടെന്ന് നമുക്കറിയാമെങ്കിലും വൈറ്റമിൻ സി ഉണ്ടെന്ന് അറിയാമെങ്കിലും ഇല്ലെങ്കിലും അത് കഴിക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. കാരണം ഈ പഴങ്ങളിൽ അദൃശ്യമായി ഈ വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ബൈബിളിലെ ഓരോ വാക്യങ്ങളും നാം വായിക്കുമ്പോൾ അദൃശ്യമായ ചില കാര്യങ്ങളുണ്ട്. നാം നിരന്തരം വചനം വായിച്ചാൽ നമുക്ക് ആ വേദഭാഗങ്ങൾ ഒരുപക്ഷെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞൊന്നും വരികയില്ല. ഞാൻ വായിച്ചു വരുമ്പോൾ പല കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചൊന്നും വരികയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു, എൻ്റെ മദറുള്ള വേദപുസ്തകം മുഴുവൻ പകർത്തി എഴുതി, 3 പ്രാവശ്യം പകർത്തി എഴുതി. ഒരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. വേദപുസ്തകം ഒരു പ്രാവശ്യം വായിച്ചു തീർക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ വൈഷമ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പിന്നെ നോക്കി ഒരു പേജിൽ എത്ര വാക്യങ്ങളുണ്ടോ അത്രയും കൃത്യമായിട്ട് എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പക്ഷെ പലപ്പോഴും നമ്മൾ വായിക്കാൻ ശ്രമിക്കുമ്പോൾ ഉൽപ്പത്തി വായിച്ചു വലിയ കുഴപ്പമില്ല, പുറപ്പാട് വായിച്ചു, ലേവ്യ സംഖ്യ ഒക്കെ വരുമ്പോൾ തന്നെ അവിടെ ഇടിച്ച് നിൽക്കാറുണ്ടല്ലേ. എന്നാൽ ആ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ നിരന്തരം വായിച്ചുകൊണ്ടിരുന്നാൽ ഈ അറിയാതെ ഈ അദൃശ്യ വസ്തു ദൈവത്തിന്റെ ഒരു DNA നമ്മുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. എന്താ ആ ഉള്ളിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ DNA? അത് യേശുക്രിസ്തു തന്നെയാണ്. നമ്മുടെ സമീപത്തുള്ള യേശുവിനെ കാണാൻ കഴിയാതെ അടഞ്ഞുപോയ നമ്മുടെ കണ്ണുകൾ തുറക്കുവാനുള്ള ഒരേ ഒരു മാർഗം അതാണ്. എന്താ? ദൈവവചനം സമൃദ്ധമായി അകത്താക്കുക എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇവർക്കുണ്ടായ നിരാശയുടെ മറുമരുന്ന് ഒരു മഹാത്ഭുതം സംഭവിച്ചൊന്നുമല്ല. ഒരു മഹാത്ഭുതം ഒന്നും സംഭവിച്ചില്ല. പിന്നെ എന്തായിരുന്നു? അവരോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അപ്പൊ ദൈവവചനം, നമ്മുടെ സമീപത്തുള്ള കർത്താവിനെ, യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ കഴിയുവാനുള്ള, നമ്മുടെ കണ്ണ് തുറക്കുവാനുള്ള ഏറ്റവും മെച്ചപ്പെട്ട രീതി എന്ന് പറയുന്നത് സമൃദ്ധമായി ദൈവവചനം നിരന്തരം ആഹരിക്കുക. എല്ലാ ദിവസവും നമ്മൾ മനസ്സിലായാലും ഇല്ലെങ്കിലും ആവുന്നിടത്തോളം ദൈവവചനം വായിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ദൈവത്തിന്റെ വചനം നമുക്ക് വ്യക്തമായിട്ട് തീരും. നമ്മുടെ ഹൃദയം തകർന്നിരിക്കുന്ന അവസരത്തിൽ, ആകുലത നിറഞ്ഞിരിക്കുമ്പോൾ, വേദന തോന്നുമ്പോൾ, സംശയം ജനിക്കുമ്പോൾ നമുക്ക് അഭയവും നൽകുന്ന, ആശ്വാസം നൽകുന്ന തിരുവചനം നിരന്തരം നമുക്ക് ഭക്ഷിക്കാം. ബൈബിൾ എന്ന് പറയുന്ന കേവലം ഒരു ചരിത്ര പുസ്തകം മാത്രമല്ല, അത് ദൈനംദിന ജീവിതത്തിന് വേണ്ടതെല്ലാം നൽകാൻ പ്രാപ്തമായ ഒരു ഗ്രന്ഥമാണ്. കാരണം തിരുവചനം അത് പ്രശ്നത്തിന്റെ പരിഹാരകനായ യേശുക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് തരുന്ന ഒരു ഗ്രന്ഥമാണ്. മറ്റൊരു പുസ്തകവും എഴുത്തുകാരനെ നമ്മുടെ ഉള്ളിലേക്ക് തരികയില്ല. ഇത് എഴുത്തുകാരനായ ഓരോ പുസ്തകത്തിലും ഒളിഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ DNA ആയ യേശുക്രിസ്തുവിനെ നമ്മുടെ ഉള്ളിലേക്ക് നൽകും. അപ്പൊ നമ്മുടെ ആശയക്കുഴപ്പം പരിഹരിക്കാൻ ഏറ്റവും ഉചിതമായ മാർഗം തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ്. ദൈവവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കുക. അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ക്രൈസ്റ്റ് ഈസ് ദ ആൻസർ ഫോർ ഓൾ യുവർ പ്രോബ്ലംസ്. ഈ ക്രിസ്തുവിനെ ആവുന്നത്തോളം നമ്മുടെ ഉള്ളിലേക്ക് ആക്കുക. അതിനുള്ള ഒരേ ഒരു മാർഗം ദൈവത്തിന്റെ വചനം ഉള്ളിലേക്ക് ആക്കുക എന്നുള്ളതാണ്. തുടർന്നുള്ള ചില സംഭവങ്ങൾ ഞാൻ ഒന്ന് വിടുകയാണ്. വളരെ വേഗത്തിൽ അടുത്ത ചിന്തയിലേക്ക് പോകാം. 4-ാമത്തെ ഒരു കാര്യം, 30-32 വാക്യങ്ങളിൽ, അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു, അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകൾ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. യേശു അവരോടൊപ്പം അപ്പം നുറുക്കിയപ്പോൾ, അവരോടൊപ്പം ആഹരിച്ചപ്പോൾ അവരെ കണ്ണു തുറന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് യേശുവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അപ്പം എടുത്ത് മുറിച്ചു കൊടുത്തപ്പോൾ അവന്റെ കയ്യിലെ ആണിപ്പാടുകൾ, ആ മുറിവുകൾ അവർ കണ്ടിട്ടുണ്ടാകും. അതായിരിക്കാം അവരെ തിരിച്ചറിയാൻ കാരണമായി തീർന്നത്. ഉയർത്തെഴുന്നേറ്റനായ യേശുവുമായി ഒരു മുഖാമുഖം കാണുവാൻ കഴിഞ്ഞ ഈ ശിഷ്യന്മാർ, ആ കണ്ടുമുട്ടൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ?
അവരുടെ ശീതാവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി. അവരുടെ ഉള്ളിൽ യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ ഉള്ളം അഗ്നി പോലെ ജ്വലിക്കുവാൻ തുടങ്ങി. നിരാശാഭരിതരായിരുന്ന വ്യക്തികൾ പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ട് നാം കാണുകയാണ്. ഇവിടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് നമ്മൾ ആരെങ്കിലും തണുത്തുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് എങ്കിൽ, ദൈവത്തിന് വേണ്ടി ഒരു ദൗത്യവും നാം ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, അതിന്റെ അർത്ഥം യേശുവിനെ വേണ്ട വിധത്തിൽ നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. യേശുവിനെ വേണ്ട രീതിയിൽ നാം കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നിശബ്ദമായിട്ടിരിക്കാൻ സാധിക്കില്ല. യേശുവിനോടൊപ്പമാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ പിന്നെ അത് എന്റെ വല്യപ്പന്റെ കാലം തൊട്ട് ഞങ്ങൾ ബ്രദറുകാരാണ് എന്ന് നമ്മൾ പറയും, അല്ലേ? പക്ഷേ നടക്കുന്നത് ശരിയാണ്, യേശുവിനോടൊപ്പമായിരിക്കാം, വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ അന്ധരായിട്ടാണ് നടക്കുന്നത്. യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം നമുക്കില്ല, കൂടെയുള്ള ആളിനെ കാണുന്നില്ല. യേശുവുമായിട്ട് യഥാർത്ഥമായ ഒരു കണ്ടുമുട്ടൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൽ തീ പിടിക്കും, പിന്നെ നിശബ്ദമായിട്ട് ഇരിക്കാൻ സാധിക്കുകയില്ല. ഞാനിങ്ങനെ ഓർക്കാൻ, നമ്മുടെ ആരാധന യോഗത്തില് ചില പതിവായിട്ട് ഓഡിബിളായിട്ട് ആരാധിക്കാൻ എഴുന്നേൽക്കും. എന്തുകൊണ്ടാ? യേശുവിനെ ശരിക്കും കണ്ടതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുകയാണ്. അങ്ങനെ യേശുവിനെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഹൃദയത്തിൽ തീ പിടിക്കും. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഹൃദയത്തിൽ തീ പിടിക്കും, പിന്നെ ചുമ്മാതിരിക്കാൻ സാധിക്കുകയില്ല. എന്നാൽ അനേക വർഷങ്ങളായി ഒരക്ഷരം ഉരിയാടാതെ ആട്ടുകല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ഇരിക്കുന്ന പലരും ഉണ്ട്. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഹൃദയത്തിൽ തീയില്ല, മഹിമ കണ്ടിട്ടില്ല, മഹത്വവാനായ ദൈവത്തെ കണ്ടിട്ടില്ല. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുള്ള ഒരു കഥയായിരിക്കാം. ഒരു വീട്ടിൽ കള്ളം കയറി. ആ കള്ളം കയറിയ സമയത്ത് ആ വീട്ടിലെ പട്ടി ശക്തമായിട്ട് കുരച്ചു, അതിഭയങ്കരമായ കുര. ആ കുര കേട്ട് കള്ളൻ അവിടെ ചാടി ഓടി രക്ഷപ്പെട്ടു. ഈ ഒന്നാമത്തെ വീട്ടിലെ പട്ടി കുരയ്ക്കുന്നത് കേട്ടിട്ട് രണ്ടാമത്തെ വീട്ടിലെ പട്ടിയും കുറച്ചു. പക്ഷെ അതിന്റെ ശബ്ദം അല്പം നേർത്ത് വന്നു. മൂന്നാമത്തെ പട്ടി കുറച്ചു, അടുത്ത വീട്ടിലെ പട്ടി, മൂന്നാമത്തെ വീട്ടിലെ പട്ടി, അതിന്റെ ശബ്ദം അല്പം കൂടെ കുറഞ്ഞു. നാലാമത്തെ വീട്ടിലെ പട്ടി, അഞ്ചാമത്തെ വീട്ടിലെ പട്ടി, ഈ പട്ടികളെല്ലാം കുറച്ചു. അവസാനത്തെ 9ാമത്തെ 10ാമത്തെ വീട്ടിലെ വന്നപ്പോൾ പട്ടി എങ്ങനെ കുറച്ചത്? ഇത്രേ ഉള്ളൂ അല്ലേ? കാരണം എന്താ? അത് ഈ കള്ളനെ കണ്ടില്ല. ഒന്നാമത്തെ വീട്ടിലെ പട്ടി ശക്തമായിട്ട് കുറച്ചെങ്കിൽ അതിന്റെ കാരണം ആ പട്ടി കള്ളനെ കണ്ടു. നമ്മളിന്ന് ചലിക്കും, നമ്മുടെ ഹൃദയത്തിൽ തീ കത്തും, അഗ്നി പടരും, ജ്വാല ഉണ്ടാവും. യേശുവിനെ മുഖാമുഖം നമുക്ക് കാണാൻ കഴിഞ്ഞെങ്കിൽ. ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഹൃദയത്തിൽ തീയില്ല എന്നുള്ളതാണ്. നമുക്ക് നമ്മൾ തന്നെ ചോദിക്കാം, എന്റെ ഹൃദയത്തിൽ തീയുണ്ടോ? അവസാനമായിട്ട് 5ാമത്തെ കാര്യം, ഹൃദയത്തിൽ തീ പടർന്നാൽ പിന്നെ അടങ്ങിയിരിക്കുകയില്ല. പിന്നെ എന്ത് ചെയ്യും? 33 എന്നുള്ള വാക്യങ്ങളിൽ, 33 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങളിൽ, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റു, യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു, ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 വരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചതും അവൻ അപ്പം നുറുക്കുകയിൽ തങ്ങൾക്കറിയായി വന്നതും അവർ വിവരിച്ച് പറഞ്ഞു. ഞാൻ ഈ ഭാഗം വായിച്ച് ഓർത്തു. 12 കിലോമീറ്ററോളം നടന്ന് ക്ഷീണിച്ച് എമോസില്, ആ ഗ്രാമത്തിലെത്തിയതാണ്, എമോസിലെ വീട്ടിലെത്തിയതാണ്. ഇനി ഒന്ന് അല്പസമയം ഒന്ന് വിശ്രമിച്ചിട്ട് പോയാൽ കൊള്ളാം എന്ന് അവർ കരുതിയോ? ഇല്ല. ഇവിടെ പറയുന്നത് ആ നാഴികയിൽ തന്നെ അവർ യാത്ര തിരിക്കുകയാണ്. ആ നാഴികയിൽ അന്നേരം തന്നെ അവർ പുറപ്പെട്ടു കഴിഞ്ഞു. എന്തിനു വേണ്ടി അവർ പോവാ? തിരിച്ച് യെരുശലേമിലേക്ക് പോകും. എന്തിനാ പോകുന്നത്? തങ്ങൾ ഗ്രഹിച്ച സദ്വർത്തമാനം മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ വേണ്ടി. ടു ഷെയർ അബൌട്ട് ദ റിസൺ ക്രൈസ്റ്റ്. അവൾ വളരെ സന്തോഷഭരിതരാണ്, ആവേശഭരിതരാണ്. അവരുടെ നിരാശയെല്ലാം ഒരുങ്ങി ഒലിച്ചു പോയി. ഇങ്ങോട്ട് വന്നപ്പോൾ തർക്കിച്ച്, വാദിച്ച്, നിരാശപ്പെട്ട്, വിഷമിച്ച്, എല്ലാം തകർന്നു എന്നുള്ള ചിന്തയിൽ ഇങ്ങോട്ട് വന്ന ആൾക്കാർ അവരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം മാറി വളരെ സന്തോഷത്തോടെ, ആവേശത്തോടെ മടങ്ങിപ്പോയാണ്. മരണത്തിൽ നിന്നും മടങ്ങി വന്ന യേശുവിനെ അവർ കണ്ടുമുട്ടി എന്നുള്ളതാണ് അതിന്റെ രഹസ്യം. നിരാശയോടെ അങ്ങോട്ട് നടന്നു പോയവർ ഇതാ എല്ലാവരോടും സാക്ഷ്യം പറയാൻ വേണ്ടി മടങ്ങി വരുന്ന ഒരു കാഴ്ച. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ ആ സന്തോഷം നമുക്ക് മാത്രമായിട്ട് ഒതുക്കി വെക്കുവാൻ കഴിയില്ല. വാസ്തവമായി നമ്മുടെ കർത്താവ് മരണത്തിൽ നിന്ന് മടങ്ങി വന്നു, അവൻ നമ്മുടെ രക്ഷകനാണ്, അവനാണ് ഏകരക്ഷിതാവ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരിക്കാൻ കഴിയുമോ? എം ശങ്കരൻ നമ്മൾ ഒരുപാട് പറഞ്ഞൊരു വാചകം നമ്മൾ എല്ലാവർക്കും കേട്ടിട്ടുള്ളതാണെന്ന് ഞാൻ കരുതുകയാണ്. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആൾക്കാർ അവർ കള്ളന്മാരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സുവിശേഷൻ അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞപ്പോൾ, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഇത് സത്യമായിരുന്നെങ്കിൽ, ഇത് സത്യമാണെന്ന് ഞാൻ കരുതിയിരുന്നെങ്കിൽ എന്താ നിങ്ങൾ പറയുന്നത്? എല്ലാ മനുഷ്യരും ഭാവികളാണ്, പാപത്തിന് ശമ്പളം മരണമാണ്, നിത്യനരകത്തിലേക്ക് നിങ്ങൾ പൊതിക്കും, ഏകരക്ഷകൻ യേശുക്രിസ്തുവാണ്, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാത്ത എല്ലാവരും നിത്യനാശത്തിൽ പോകും. ഇതാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇത് നിങ്ങൾ വാസ്തവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അത് ഞാനായിരുന്നു വിശ്വസിച്ചെങ്കിൽ ഒരു പേപ്പട്ടിയെ പോലെ ഓടി നടന്ന് ഞാൻ എല്ലാവരോടും ഈ കാര്യം പറഞ്ഞേനെ. നമുക്ക് ഈ ആവശ്യം ഉണ്ടാകാറുണ്ടോ? നമ്മൾ എത്ര പേരോട് ഈ കാര്യം പറയാറുണ്ട്? നാം വിശ്വസിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ നാം ആരോടൊക്കെ ഇത് പറയുന്നുണ്ട്? നമ്മളത് പ്രകടിപ്പിക്കണം, നമ്മൾ പറയണം. അത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിലർ പറഞ്ഞേക്കാം, എല്ലാവർക്കും ബലിഗ്രഹം ആവാൻ പറ്റുമോ?
ഇല്ല. എല്ലാവർക്കും ബില്ലിഗ്രാമാവാനൊന്നും വഴിയില്ല. പക്ഷെ എല്ലാവർക്കും ലാൽ സഹോദരനാകാം. ആരായി ലാൽ സഹോദരൻ? എനിക്കറിയാവുന്ന ഒരു സഹോദരനാണ്, എറണാകുളംകാരനായ ഒരു സഹോദരൻ. അദ്ദേഹത്തിന്റെ ജോലി എന്താണെന്ന് അറിയാമോ? അദ്ദേഹം വീട് പെയിന്റ് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളുടെയൊക്കെ പ്രായമുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ജോലി ഈ പെയിന്റിങ് ഇല്ലാത്ത സമയത്ത്, അല്ലെങ്കിൽ അതിന് സമയമെടുത്ത് കണ്ടെത്തി അദ്ദേഹം കേരളത്തിലെ പ്രശസ്തരായ വ്യക്തികൾ, സെലിബ്രിറ്റീസിന്റെ എല്ലാം വീട്ടിൽ ചെല്ലും. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, ഞാൻ രാഹുൽ ഈശ്വറിന്റെ വീടിന്റെ വെളിയിൽ നിൽക്കുക, പ്രാർത്ഥിച്ചോളാം. അങ്ങനെ പ്രശസ്തരായ എല്ലാ വ്യക്തികൾ, ബാബ സുരേഷ് ആയിക്കോട്ടെ, ആരടുത്തും അദ്ദേഹം പോകും. ചിത്ര, സംഗീത ചിത്ര, രാഷ്ട്രീയക്കാര്, ജയശങ്കർ വക്കീല്, എല്ലായിടത്തും പോയി. എന്നിട്ട് രണ്ട് മൂന്ന് പുസ്തകങ്ങൾ, ഗോസ്പൽ ബുക്ക്ലെറ്റ് അവരുടെ കയ്യിൽ എത്തിക്കുക. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങൾ അദ്ദേഹം അതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ സെക്യുലർ വേൾഡിന് പരിചിതമാകുന്ന രീതിയിലുള്ള ഒരു സുവിശേഷ പുസ്തകം. അങ്ങനെ ഒരു 3 പുസ്തകങ്ങൾ അവരെ എത്തിക്കുക. അതാണ് അദ്ദേഹത്തിന്റെ ജോലി. ഈ പണി നമുക്ക് പറ്റുമോ? വേണ്ട. നമ്മൾ എല്ലായിടത്തും കറങ്ങാൻ പോകണ്ട. നമ്മുടെ അടുത്ത് എത്ര പേര് ഓരോ ദിവസം വരുന്നു? നമ്മുടെ ബിസിനസ് മേഖലയിൽ, നമ്മുടെ വീട്ടിൽ തന്നെ എത്ര ധർമ്മക്കാർ വരുന്നു? ആരോടൊക്കെ നമുക്ക് സുവിശേഷം പറയാനുള്ള എത്രയോ അവസരങ്ങൾ. നമ്മുടെ കടയിൽ പോയി സാധനം വാങ്ങുന്നില്ലേ? അവിടെ ഒരു ട്രാക്ട് വെക്കാനോ ആരോടെങ്കിലും ട്രാക്ടോ ബുക്ക്ലെറ്റോ കൊടുക്കാനോ നമുക്ക് കഴിയുന്നുണ്ടോ? യേശുവിനെ കുറിച്ച് നാം അറിഞ്ഞു കഴിഞ്ഞാൽ, ഹൃദയത്തിൽ തീ പിടിച്ചാൽ, പിന്നെ പ്രത്യാശയുടെ ദൂതുവാഹകരായി നാം തീരും. 5 കാര്യങ്ങളാണ് നാം ചിന്തിച്ചത്. 1, ഉയർത്തെഴുന്നേറ്റനായ യേശുവിന് അറിയപ്പെടുന്നവരോ അല്ലാത്തവരോ എന്ന വ്യത്യാസം ഒട്ടുമില്ല. അവൻ നമ്മെ എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കുന്നവനാണ്. 2ാമത്തെ കാര്യം, വഴിയിൽ ഒരുപക്ഷെ നിരാശ ഉണ്ടായേക്കാം. നമ്മുടെ ജീവിതയാത്രയിൽ വളരെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാം. എന്നാൽ അത്തരം ഘട്ടത്തിൽ നാം തളർന്നു പോകേണ്ട. പ്രതിസന്ധി ഘട്ടങ്ങളിൽ യേശു ഇടപെടും. അവൻ നമ്മോടൊപ്പം നടക്കുന്നവനാണ്. 3ാമത്തെ ഒരു കാര്യം നാം ചിന്തിച്ചത്, നമ്മുടെ കണ്ണ് കുരുടായി പോകാം, യേശുവിനെ കാണാൻ സാധിക്കാത്ത നിലയിൽ കുരുടായി പോകാം. അതിനൊരു പരിഹാരം ധാരാളമായി ദൈവത്തിന്റെ വചനം ആഹരിക്കുക എന്നുള്ളതാണ്. 4ാമത് നാം ചിന്തിച്ചത്, യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തീ പിടിക്കും എന്നുള്ളതാണ്. നാം തണുത്തിറങ്ങിയിരിക്കുകയല്ല, നാം അവനെക്കുറിച്ച്, അവനെ സ്തുതിക്കുവാൻ, അവനെ സ്തോത്രം ചെയ്യുവാൻ, അവന് നന്ദി പറയാൻ നാം തയ്യാറാകും. ഒടുവിലായി നാം ചിന്തിച്ചത്, ഹൃദയത്തിൽ തീ പിടിക്കുമ്പോൾ യേശുവിനെ പറ്റി കാണുന്നവരോടെല്ലാം നമ്മൾ പറയും. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മിൽ പലരും ഈ എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ ഏതെങ്കിലും കാരണവശാൽ നിരാശാഭരിതരായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആശയക്കുഴപ്പത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ യേശുവിൽ നിന്നും ദൂരേക്ക് പോകാൻ വേണ്ടി ഒരുമ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറയട്ടെ, യേശു നിങ്ങളോടൊപ്പം നടക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മോടൊപ്പം നടക്കുവാൻ യേശുവിന് ആഗ്രഹമുണ്ട്. നമ്മുടെ ദുഃഖം, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വൈഷമ്യങ്ങൾ, അതിനെ സന്തോഷമാക്കി പരിവർത്തിക്കുവാൻ അവൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു കാര്യം, നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് യേശുവിനെ ക്ഷണിക്കണം. എന്നാൽ മാത്രമേ അവൻ വരികയുള്ളൂ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം നാം വായിക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും ഞാൻ വാതിൽക്കൽ ഒന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വരും, അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അല്ലെ? വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഹൃദയ കവാടത്തിൽ ഇന്ന് അവൻ ഒരുപോലെ മുട്ടുകയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അവൻ വരുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ആരുടെ ഹൃദയത്തിന്റെ വാതില് ഇടിച്ചു തുറന്ന് കയറുന്നവനല്ല. വാതിൽ തുറന്നാൽ, യേശുവിനെ ഉള്ളിലേക്ക് ക്ഷണിച്ചാൽ, സ്വീകരിച്ചാൽ മാത്രമേ അവൻ വരികയുള്ളൂ. അങ്ങനെ ചെയ്താൽ അവൻ സന്തോഷത്തോടെ ഉള്ളിലേക്ക് കടന്നു വരും. നമ്മുടെ ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റം സംഭവിക്കും. ഈ ദിവസം അതിന്റെ നാന്ദിക്കുറിപ്പായി തീരട്ടെ. Let us invite him today and witness the miracles. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.